ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓട്സ് കൊണ്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. മാത്രമല്ല ഓട്സ് വെച്ചിട്ട് നമ്മൾ സാധാരണ എപ്പോഴും ഓട്സ് പാലിലൊക്കെ കലക്കി കുടിക്കുക പതിവ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടി നമ്മൾ 4 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് എടുക്കുന്നത്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. വെറുതെ എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഒന്ന് വറുത്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവണം. ഓട്സ് നമ്മൾ പിന്നെ വേവിക്കണമെന്നില്ല, ഇത് നേരെ അങ്ങ് സ്മൂത്തി ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നങ്ങ് കളറ് മാറി വരും. അപ്പോൾ നമുക്ക് ഓട്സ് കറക്റ്റായി എന്ന് മനസ്സിലാക്കുക. സ്മെല്ലൊക്കെ ഒന്ന് മാറി വരും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മളത് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, 2 ഗ്ലാസ് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 വലിയ സ്പൂണിൽ ഓട്സ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ പാലിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഞാൻ 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ വെള്ളത്തോടെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2-3 കഷ്ണം ക്യാരറ്റ് ഒന്ന് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇടാം. ഞാൻ പിന്നെ ആപ്പിൾ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബനാന ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കാം, കാരണം ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ മതി എന്നുള്ളവർക്ക് അങ്ങനെ ആക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മധുരമുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഇനി കൂടുതൽ തിക്കായിട്ടുള്ളതാണ് വേണ്ടത് എങ്കിൽ നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓട്സിന് പകരം 6 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇതാ സ്മൂത്തി റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമുക്കിത് കഴിച്ചാൽ തന്നെ വയറ് നിറയും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.